എല്ലാവർക്കും ടെക്ലേമത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സാംസങ് ഗാലക്സി F55 കുറിച്ചാണ്. സോ ഈ സ്മാർട്ട് ഫോൺ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ എന്തായാലും അടുത്ത് തന്നെ ലോഞ്ച് ആകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഫ്ലിപ്കാർട്ടിലൊക്കെ ഇതിൻ്റെ ടീസറൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്, ഫ്ലിപ്കാർട്ട് യൂട്യൂബിലൊക്കെ. സോ നമുക്ക് ഈ സ്മാർട്ട് ഫോണിന് വേണ്ടി കാത്തിരിക്കണോ അല്ലെങ്കിൽ വേറെ ഫോണിലോട്ടൊക്കെ പോകണം നമുക്ക് നോക്കാം. ഫസ്റ്റ് വന്ന് നോക്കി ഇതിൻ്റെ സ്പെക്ക് നോക്കാം. ഡിസൈൻ്റെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ 7.8 mm ആണ് തിക്നെസ് വരുന്നത്, 180 gram വെയിറ്റ് വരുന്നുണ്ട്, വീഗൻ ലെതർ ബാക്ക് ആണ് വരുന്നത്, പ്ലാസ്റ്റിക് ഫ്രെയിം ആണ് വരുന്നത്. പിന്നെ IP റേറ്റിങ്ങിൻ്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല, മിക്കവാറും IP54 എങ്കിലും മിനിമം കാണാണ്ടിരിക്കില്ല. ഭാഗ്യത്തിന് ഇപ്രാവശ്യം സാംസങ് ഇച്ചിരി ഡിസൈനിൽ ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ടുണ്ട്. അല്ലാതെ നമ്മൾ നോക്കുവാണെങ്കിൽ F സീരീസും M സീരീസൊക്കെ ഏതാണ്ടൊക്കെ ഒരേ പോലെയൊക്കെ ഇരിക്കും. ഇത് ഇച്ചിരി ചേഞ്ചസ് വരുത്തി. ഡിസൈൻ സെയിം ആണ്, മീൻസ് ബാക്കിലെ 3 ക്യാമറ, ബാക്കിൽ വീഗൻ ലെതർ വന്നതേ ഉള്ളൂ, വലിയ വ്യത്യാസമില്ല. എന്നാൽ പോലും അത്യാവശ്യം ചേഞ്ച് വന്നതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ 2 കളേഴ്സാണ് വരുന്നത്, ഓറഞ്ചും ബ്ലാക്കും. സോ ഡിസൈൻ അത്യാവശ്യം കുഴപ്പമില്ല, ഡിസൈനാണ് വരുന്നത്. പിന്നെ ഡിസ്പ്ലേ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ 6.7 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD പ്ലസ് 120 Hz സൂപ്പർ ആംബുലൻഡ് പ്ലസ് ഡിസ്പ്ലേ ആണ് വരുന്നത്. 240 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റ് വരുന്നുണ്ട്. 1000 nits ആണ് ബ്രൈറ്റ്നസ് വരുന്നത്. വൈഡ് ബാൻഡ് L1 സപ്പോർട്ട് ഉണ്ട്. HDR10 സപ്പോർട്ട് എന്തായാലും യൂട്യൂബിൽ കാണും, നെറ്റ്ഫ്ലിക്സിൽ ആമസോണിൻ്റെ കാര്യത്തിലും അറിയില്ല. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ ഉണ്ടാവും. സോ ഡിസ്പ്ലേ എങ്ങനെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമുണ്ടാവില്ല. കാരണം പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ ഇച്ചിരി ഇൻഫീരിയർ ആയിരിക്കും. കാരണം ആ പ്രൈസ് റേഞ്ചിൽ നമുക്ക് 1600 nits, 1800 nits, 2000 nits ഒക്കെ വരുന്ന ഫോണുകളുണ്ട്. അതാണ് ഞാൻ കുഴപ്പമില്ലെന്ന് പറഞ്ഞ്. ഇനി ഓഡിയോയുടെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സാണ് വരുന്നത്. ഹെഡ്ഫോൺ ജാക്ക് നമുക്കിവിടെ വരുന്നില്ല, എന്നാൽ പോലും അത്യാവശ്യം നല്ലൊരു മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും. ഇനി പെർഫോമൻസിൻ്റെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ സ്നാപ്ഡ്രാഗൺ 7 Gen 1 ആണ് പവർ ചെയ്യുന്നത്. 4 nm സാംസങ് പ്രോസിലാണ് വരുന്നത്. ഇതിൻ്റെ സ്പെക്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. LPDDR4X റാമും UFS 2.2 സ്റ്റോറേജ് ആണ് വരുന്നത്. പിന്നെ ഹൈബ്രിഡ് കാർഡ് സ്ലോട്ടും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ 2 സിം അല്ലെങ്കിൽ ഒരു സിം ഒരു SD കാർഡ് എന്തായാലും ഇടാൻ പറ്റും. എക്സ്പാൻഡബിൾ 1 TB വരെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. സോ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത പെർഫോമൻസ് തന്നെ കാഴ്ചവെക്കുന്നുണ്ട് ഈ ചിപ്സെറ്റ്. അങ്ങനെ ഹീറ്റിങ്ങോ കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. പിന്നെ അത്യാവശ്യം നല്ല പെർഫോമൻസും ഉണ്ട്. BGMI 60 FPS ഒക്കെ അടിപൊളിയായിട്ട് പറ്റും. സോ ഡേ ടു ഡേ ടാസ്കും അതൊക്കെ ഒരു കുഴപ്പമുണ്ടാകത്തില്ല. ഇനി OSൻ്റെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ One UI 6.1 ആണ് വരുന്നത്. Android 14 വരുന്നുണ്ട് ഔട്ട് ഓഫ് ദ ബോക്സ്. 4 വർഷം ആൻഡ്രോയിഡ് അപ്ഡേറ്റും 5 വർഷം സെക്യൂരിറ്റി അപ്ഡേറ്റ് ആണ് വരുന്നത്. 4 വർഷം ആൻഡ്രോയിഡ് അപ്ഡേറ്റ് ഒക്കെ നമുക്ക് എന്താ പറയുക, നല്ലൊരു കാര്യം തന്നെയാണ് സാംസങ് കൊടുക്കുന്നത്. പക്ഷേ അത്ര നാളെ ഈ ഫോൺ ചിപ്സെറ്റ് താങ്ങുമെന്ന് എനിക്കറിയില്ലാത്തത്. പക്ഷേ സപ്പോർട്ടിൻ്റെ കാര്യത്തിൽ അടിപൊളിയാണ്. ഇനി ആൻറ്റിറ്റി സ്കോർ നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ ടോട്ടൽ സ്കോർ 6,65,570 ആണ്. CPU 2,31,722, GPU 1,64,801 ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞ അത്യാവശ്യം കേപ്പബിൾ ആയിട്ടുള്ള പ്രോസസ്സർ തന്നെയാണ്. ഇതൊക്കെ ഈ ആൻറ്റിറ്റി സ്കോർ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. ഇനി ക്യാമറ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് ബാക്കിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്. ഒരു 50 MP f1.8 ആപ്പച്ചർ വരുന്നൊരു പ്രൈമറി സെൻസറാണ് വരുന്നത്. OIS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 4K 30 FPS ആണ് മാക്സ് റെക്കോർഡ് ചെയ്യാൻ പറ്റുക. പിന്നെ സെക്കൻഡറി ആയിട്ടുള്ള 8 MP f2.2 ആപ്പച്ചർ വരുന്നൊരു അൾട്രാ വൈഡ് 1080p 30 FPS ആണ് പറ്റുന്നത്. പിന്നെ 2 MP മാക് റിംഗ് ആണ്. സോ സാംസങ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം കേപ്പബിൾ ആയിട്ടുള്ള ക്യാമറ ആയിരിക്കും. അങ്ങനെ കുഴപ്പങ്ങളോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നല്ല പ്രോസസ്സിംഗ് ആയിരിക്കും, HDR പെർഫോമൻസ് അടിപൊളിയായിരിക്കും. പിന്നെ വീഡിയോ റെക്കോർഡിങ്ങും അത്യാവശ്യം നല്ലതായിരിക്കും. ഇത് ക്യാമറ വേണ്ട ആളുകൾക്ക് നല്ലൊരു ഫോണായിരിക്കും മിക്കവാറും ഇത്. പിന്നെ സെൽഫി ക്യാമറയുടെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ 50 MP f2.4 ആപ്പച്ചർ വരുന്നൊരു സെൽഫി ക്യാമറയാണ്. അവിടെ നമുക്ക് 4K 30 FPS വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ ബാറ്ററിയുടെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ 5000 mAh ബാറ്ററിയാണ് നമുക്കിവിടെ വരുന്നത്. പക്ഷേ ഇത് പ്രശ്നമുണ്ട്, 45 വാട്ട് ചാർജിങ് സപ്പോർട്ട് ചെയ്യും. പക്ഷേ ചാർജർ നമുക്ക് ബോക്സിൽ കിട്ടൂല, പുറത്തുനിന്ന് വാങ്ങിക്കേണ്ടി വരും. അപ്പോൾ പ്രൈസിൻ്റെ കൂടെ ഒരു 1000 രൂപ അല്ലെങ്കിൽ 700-1000 രൂപ എക്സ്ട്രാ കൂട്ടി എടുക്കുവാണെങ്കിൽ നമുക്ക് ഫോണിൻ്റെ പ്രൈസ് ആവും. ഇനി കണക്റ്റിവിറ്റി കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ 5G ആണ് വരുന്നത്. ഒബിയസ്ലി Wi-Fi 6, Bluetooth 5.2, USB Type-C 2.2 അങ്ങനെ കണക്റ്റിവിറ്റി ഫീച്ചേഴ്സൊക്കെ എല്ലാം കാണും. ഇനി പ്രൈസ് നോക്കുവാണെങ്കിൽ 2 വേരിയൻ്റാണ് ഇന്ത്യയിൽ വരാൻ പോകുന്നത്. 8GB 256ഉം 12GB 256ഉം. ഒരു എക്സ്പെക്റ്റഡ് പ്രൈസ് എന്ന് പറയുമ്പോൾ എന്താ പറയുക, ബേസ് വേരിയൻ്റെ പ്രൈസ് നോക്കുമ്പോൾ 23,000 ഒക്കെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ആ പ്രൈസ് റേഞ്ചിൽ എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ ഒരു ഡീസൻറ്റ് ഫോണാണ്. കാരണം അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട്, ഡിസ്പ്ലേ അത്യാവശ്യം കുഴപ്പമില്ല. പിന്നെ സോഫ്റ്റ്വെയർ സപ്പോർട്ട് അടിപൊളിയാണ്. പെർഫോമൻസ് ഒരു ഡീസൻ്റാണ്, കുഴപ്പമില്ലാത്ത പെർഫോമൻസ് തന്നെ കാഴ്ചവെക്കുന്നുണ്ട്. പിന്നെ ക്യാമറ അത്യാവശ്യം നല്ലതായിരിക്കും. ബാറ്ററിയും കുഴപ്പമില്ല, 45 വർഷം അത് പുറത്ത് വാങ്ങിക്കണം, അതൊരു കുറവുള്ളൂ. അല്ലാണ്ട് വലിയ കുഴപ്പമില്ലാത്തൊരു ഫോണാണ്. കോമ്പറ്റീഷൻ ഇച്ചിരി ടഫാണ് ഈ പ്രൈസ് റേഞ്ചിൽ, എന്നാൽ പോലും കുഴപ്പമില്ല. ഒരു സാംസങ് ഫാൻ ആളുകൾക്കൊക്കെ പറ്റിയൊരു ഫോണാണ്. ഒരു സാംസങ്ങിൻ്റെ ഫോൺ വേണമെന്നുള്ളവർക്ക് പറ്റിയൊരു ഫോൺ തന്നെയാണത്. അപ്പോൾ നിങ്ങൾ ഈ ഫോണിന് കാത്തിരിക്കുന്നുണ്ടോ എന്നൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. സോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹിറ്റ് ദ ബെൽ ഐക്കൺ ഫീച്ചർ നോക്കി നെക്സ്റ്റ് വീഡിയോ കാണാം.